നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലായി കോഫ്തയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പനീർ ബട്ടർ മസാല, മലായി കോഫ്ത ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് മലായി കോഫ്ത. വളരെ റിച്ച് ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് സിമ്പിളായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. വീഡിയോയിലേക്ക് പോകാം. പ്രഷർ കുക്കറിനകത്തേക്ക് 3 പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാൻ ചൂടാക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിനകത്തേക്ക് 2-3 ഗ്രാമ്പൂവും 2-3 പട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഒരു സവാള കുഞ്ഞായി അരിഞ്ഞതിടാം. സവാള നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. 2 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് പച്ചമുളക് കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. 2 വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പച്ചമണം മാറി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നല്ലപോലെ തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റാം. ഇത് നന്നായി അടിച്ചെടുക്കണം. നല്ല ക്രീമി ആയിരിക്കണം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ആ സെയിം പാൻ തന്നെ ഒന്ന് ചൂടാക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഹോം മെയ്ഡ് ബട്ടറാണ്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരണം. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കോഫ്ത ബൗൾസ് റെഡിയാക്കണം. പൊട്ടറ്റോസ് എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യാം. സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു നൈഫ് വെച്ച് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പനീർ ഇട്ട് കൊടുക്കാം. 1 കവർ പാൽ വെച്ച് പ്രിപ്പയർ ചെയ്ത പനീറാണിത്. 1 സവാള കുഞ്ഞായി അരിഞ്ഞതിടാം. 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മൈദ. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നല്ലതുപോലെ എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇതിനകത്തേക്ക് റൈസിൻസും കാഷ്യൂ നട്ട്സും വെച്ച് കൊടുക്കാം. ഒന്നുകൂടി റോൾ ചെയ്തെടുക്കണം. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. അതിനകത്തേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് കോഫ്ത ബോൾസ് ഇടാം. തിരിച്ചും മറിച്ചുവിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കോഫ്ത ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കോഫ്ത ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യാം. സെർവിംഗ് പ്ലേറ്റിൽ കോഫ്ത ബോൾസ് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിക്കാം. മലായി കോഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ചപ്പാത്തി, അപ്പം, പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.